ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണി മൂങ്ങയും കാർത്തികയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മോളെ, അകത്തൊരു രാക്ഷസൻ കിടപ്പുണ്ട്, ഒത്തിനകത്ത് ഒളിച്ചിരിക്കുക. അവന് വേണ്ടി ആ കാലമാടൻ എന്തും ചെയ്യും. അവനല്ലാതെ ചെയ്തെന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് അത്ര വിശ്വാസം പോരാ. കാരണം ആ ബകാസുരൻ്റെ കൂടെ ചേർന്ന് ഇവനും പങ്കുണ്ടെങ്കിലോ? അത് കേട്ടതും അങ്ങനൊരു സംശയം ഞങ്ങൾക്കും ഇല്ലാതില്ല മുമ്മേ. അങ്ങനെയാണെങ്കിൽ അവനെ അടുത്തുപോലും കയറ്റരുത്. പാപം ചെയ്തവനാ മോളോട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അവനോട് ക്ഷമിക്കരുത്, പൊറുക്കരുത്. അമ്മുമ്മയ്ക്ക് ഒരേ ഒരു സങ്കടമേ ഉള്ളൂ, ആ പാപത്തിനോടൊപ്പം ചേർന്ന് അമ്മുമ്മയും പാപം ചെയ്തുവല്ലോ എന്ന്. സാരമില്ല അമ്മുമ്മേ, അതിനൊക്കെ അമ്മുമ്മ ഇപ്പോൾ പശ്ചാത്താപിക്കുന്നുണ്ടല്ലോ. അതെ, പശ്ചാത്താപിക്കുന്നവരോട് നമ്മൾ ഒരു സ്നേഹം കാണിക്കണം. അമ്മുമ്മയെ ഞങ്ങൾക്ക് വിശ്വാസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി മൂങ്ങയോട് പറയാതെ കേട്ടതും അതുകൊണ്ടാ മോളെ, അമ്മുമ്മ ഇപ്പോഴും ആ അനാഥാലയത്തിൽ തന്നെ കിടക്കുന്നേ. അവിടെ കിടന്ന് മരിക്കണം, അതാണ് അമ്മുമ്മയുടെ ആഗ്രഹം. അമ്മുമ്മ ഇന്ന് ഞങ്ങളോടൊപ്പം വാ അമ്മുമ്മ. ഏയ് അത് വേണ്ട മോളെ, ഞാൻ അവിടെ തന്നെ കിടന്നോളാം. എനിക്കതിലൊരു കുഴപ്പവും ഇല്ല മോളെ, സങ്കടവും ഇല്ല. ഞാൻ ചെയ്ത പാപങ്ങൾക്ക് ഞാൻ തന്നെ എനിക്ക് തരുന്ന ശിക്ഷയാത്. എന്നാ ഒരു കാര്യം ചെയ്യും, ഇന്നൊരു ദിവസം വാ, എന്നിട്ട് നാളെ രാവിലെ ചേച്ചിയുടെ അടുത്തേക്ക് പോയിക്കോ. അതൊന്നും വേണ്ട മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂങ്ങ നിൽക്കുക. ഈ സമയമാണെങ്കിൽ കല്യാണി എന്നാൽ ശരി ഞങ്ങളോടൊപ്പം വാ, ഞാൻ അവിടെ ഇറക്കി വിടാം. എന്നാൽ ശരി മോളെ, ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങയും കല്യാണിയും കാർത്തികയും കൂടെ കാറിൽ കയറി അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഒരേ ഒരു കാര്യമേ ഇനി ചിന്തിക്കാൻ പറ്റൂ എന്നാലോചിച്ചുകൊണ്ട് ഫോൺ എടുത്തതിന് ശേഷം രാഹുലിനെ വിളിച്ചു. ഹലോ എടാ രാഹുലേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ രാഹുൽ എന്താടാ? നീ എവിടെ ഉണ്ടറാ? എന്തിനാടാ നീ അറിയുന്നേ? ഞാൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലീസുകാർക്ക് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയാണോ? അത് കേട്ടതും അതിനല്ലടാ, നീ എവിടെയുണ്ട്? എനിക്ക് നിന്നെ ഒന്ന് കാണണം. നിന്റെ അടവൊക്കെ എനിക്കറിയാം. നീ അന്ന് കണ്ടപ്പോൾ വലിയ ആളെപ്പോലെ നിന്നതാണല്ലോ. അല്ല എന്താടാ ഇപ്പം നിൻ്റെ പ്രശ്നം എന്താ? ഇപ്പം എൻ്റെ പ്രശ്നം വേറൊന്നും അല്ലടാ, എനിക്കിപ്പോൾ ഒരു സഹായം വേണം. കാലൊടിഞ്ഞ് കിടക്കുന്ന ഞാൻ ആരോടും അടുത്ത് ചെന്നാലും ആരും എന്നെ അടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് നിൻ്റെ ഒരു സഹായം എനിക്ക് ആവശ്യമാണ് സാറേ എന്നും. അത് കേട്ടതും സാറോ, ഇത്രയും നാളും നീ എടാ പോടാ വാടാന്നൊക്കെയാണല്ലോ വിളിച്ചത്, ഇപ്പം എന്താ സ്പെഷ്യലായിട്ടൊരു സാറ് വിളി? എടാ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാര്യം കഷ്ടത്തിലാടാ. എല്ലാവരും എന്നെ അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. ഞാൻ മാറിയെന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടിനി ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തടാ. എന്ത് തീരുമാനം നീ എടുത്തത്? അതൊക്കെ നിന്നോട് നേരിട്ട് പറയണം. നീ വരുമോ എന്നും ചോദിക്കുക. അത് കേട്ടതും ശരി നീ എവിടെയാണ് ഉള്ളതെന്ന് പറ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അത് പിന്നെ ഞാനെവിടെ പോകാനാടാ? എപ്പോഴും ഉള്ള ആ കടവാതിക്ക്, അത് തന്നെയാണ് ഞാൻ കിടക്കുന്ന സ്ഥലം. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് വരാം. ശരിയടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുലും പ്രകാശനും ഫോൺ കട്ട് ചെയ്യുക. ഈ സമയമാണെങ്കിൽ പ്രകാശൻ ആലോചിക്കുകയാണ്. എടാ രാഹുലേ, നീ നോക്കിക്കോ, നിൻ്റെ കൂടെ നിന്ന് എൻ്റെ മക്കൾക്കെതിരെ നീ തീരുമാനം എടുക്കുന്നത് തടയുകടാ ഞാൻ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ ഇരുന്നിട്ട് കല്യാണിയെ ഫോൺ വിളിക്കുക. അപ്പോഴേക്കും കല്യാണിയെ കാണിക്കുന്ന, കല്യാണിയാണെങ്കിൽ ഫോൺ അടി കേൾക്കുന്നത് കണ്ട് ഓടി വരിക. അപ്പോൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ പ്രകാശൻ. ആരാ മോളെ വിളിക്കുന്നേ? അയാളാ, വിക്രത്തിൻ്റെ അച്ഛൻ. അത് കേട്ടതും എന്തിനായിരിക്കും വിളിക്കുന്നേ? അറിയില്ല, എടുത്തു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഫോൺ എടുക്കുക. ഹലോ, മോളെ നിനക്ക് സുഖമാണോ? കല്ലുമോന് സുഖമാണോ? പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല എന്നും നമ്മുടെ കല്യാണി. അത് കേട്ടതും മോളെ എനിക്കിപ്പോൾ കല്ലുമോനെ ഒന്ന് കാണാൻ തോന്നുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല മോളെ, ഞാനാണ് കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ടതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ കിരൺമോന് മനസ്സിലായില്ലേ അത് ചെയ്തത് ഞാനല്ലെന്ന്? ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിശ്വസിച്ചൂടെ? അങ്ങനെ ഒരാളെ കണ്ണുടച്ച് വിശ്വസിക്കാനുള്ളതൊന്നും ആയിട്ടില്ല. എന്തായാലും നിങ്ങൾ സത്യസന്ധനാണെന്നും നിങ്ങൾ നിരപരാധിയാണെന്നും വ്യക്തമായിട്ട് തെളിവൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കങ്ങനെ കണ്ണുടച്ച് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് കേട്ടത് മോളെ, എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. മുമ്പൊക്കെ മോളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നാൽ ഇനി അത് നടക്കില്ല. എൻ്റെ മോളെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്നും എൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കും. നിന്നോട് ചെയ്ത പാപങ്ങളൊക്കെ ഞാൻ എന്നോട് തന്നെ ഏറ്റുപറഞ്ഞ് ഞാൻ തന്നെ എന്നെ ശിക്ഷിക്കും. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. അച്ഛനിനി ഒരിക്കലും എൻ്റെ മോളെ വേദനിപ്പിക്കാൻ കഴിയില്ല മോളെ എന്നൊക്കെ പറയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. സ്നേഹം കാണിച്ചു വന്ന് ഞങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് ആര് കണ്ടു? അത് കേട്ടതും മോളെ ഞാൻ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയില്ല. നീ ഇപ്പം എൻ്റെ എല്ലാം മോളെ. നീയും എൻ്റെ കല്ലുമോനും കിരൺമോനും ഒക്കെ എനിക്കിപ്പോൾ പ്രിയപ്പെട്ടവരാ. അത് കേട്ടതും അതൊക്കെ നിങ്ങൾ വായ കൊണ്ട് പറയുന്നതല്ലേ, ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ടിട്ട് രാഹുലിനോടൊപ്പം ചേർന്ന് നിങ്ങളാണ് ആ കാര്യം ചെയ്തത് ഞങ്ങൾക്കറിയില്ലല്ലോ.
ഇല്ല മോളെ, ഒരിക്കലുമില്ല. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. എൻ്റെ മോളെ രക്ഷിക്കാനേ നോക്കൂ. കഴിച്ചുവിടുന്ന സമയത്ത് ഞാനത് കണ്ടിരുന്നെങ്കിൽ സത്യമായിട്ടും ഞാൻ അവന്മാരെ തടഞ്ഞായിരുന്നു. ഇല്ലെങ്കിൽ ആ ബ്രേക്ക് ഞാൻ ശരിയാക്കിയിട്ടായിരുന്നു. പക്ഷേ ഞാൻ കണ്ടില്ല മോളെ, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാ. പക്ഷേ ഒരു സത്യം ഞാൻ ചെയ്യുക, ആ രാഹുല ഇത് ചെയ്തെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. അവൻ ഇനിയും നിങ്ങളെ കൊല്ലാൻ ഒരുമ്പിട്ടിറങ്ങും. അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ നിന്ന്, അവൻ്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് ഞാൻ അവൻ്റെ നീക്കങ്ങൾ കണ്ടുപിടിക്കും. എൻ്റെ മോൾക്കും കല്ലുമോനും കിരൺമോനും എതിരെ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ ഞാൻ തടയും മോളെ. എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ നിന്നെ രക്ഷിക്കും. നിനക്കോ കിരണിനോ ഒരു ആപത്ത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ അച്ഛൻ ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല. ഇത് ഈ അച്ഛൻ്റെ വാക്കാ മോളെ. അച്ഛൻ്റെ വാക്ക് നിനക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ വിട്ടേരെ. എന്നാൽ നിനക്ക് രക്ഷകനായിട്ട് ഇനി ജന്മം തന്ന ഞാനുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഫോൺ കട്ട് ചെയ്യുക. അത് കേട്ടതും കല്യാണിയുടെ മനസ്സൊന്ന് പതറി, ഒന്നിടറി. ചെറിയ ഒരു തുടിപ്പൊക്കെ, ഹൃദയത്തിൽ ചെറിയൊരു തുടിപ്പൊക്കെ തോന്നി തുടങ്ങി. കാരണം പ്രകാശൻ സത്യസന്ധമായിട്ടാണോ പറയുന്നത് എന്നുള്ള തോന്നൽ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പോൾ ദീപയും കിരണും അവിടെ നിൽക്കുന്നുണ്ട്. എന്താ മോളെ, എന്താ അവൻ്റെ ആവശ്യം എന്നും ദീപ ചോദിക്കുക. കല്ലുമോനെ കാണണം, അതാ പറഞ്ഞത്. അത് കേട്ടതും കല്ലുമോനെ കാണണമെന്നോ? കാണിക്കരുത് മോളെ, കാണിക്കരുത്. എൻ്റെ കൊച്ചുമോനെ എന്തെങ്കിലും ചെയ്യാനായിരിക്കും അയാൾക്ക്. ആ ഒരു സംശയം എനിക്കില്ലമ്മേ. കാരണം അയാളുടെ സംസാരവും പെരുമാറ്റമൊക്കെ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. കല്യാണി, അയാൾ എന്താ പറഞ്ഞത്? അത് പിന്നെ രാഹുലിനോടൊപ്പം നിന്ന് തന്നെ അയാൾ രാഹുൽ എടുക്കുന്ന തീരുമാനങ്ങൾ കണ്ടുപിടിക്കുമെന്നും രാഹുലിൻ്റെ നീക്കങ്ങൾ മനസ്സിലാക്കി നമ്മളെ രക്ഷിക്കുമെന്നും അയാൾ എനിക്ക് വാക്ക് തന്നു കിരണേട്ടാ. അങ്ങനെയാണെങ്കിൽ ആ രാഹുലിൻ്റെ കൂടെ ചേർന്ന് അയാൾ തന്നെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. കല്യാണി, ഒരു കാര്യം ഞാൻ പറയാം. അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ച് അയാളെ പോലീസുകാരോട് വിടാൻ പറഞ്ഞത്. പക്ഷേ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. രാഹുലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളാണ് അയാൾ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ രാഹുലിൻ്റെ കൂടെ ചേർന്ന് തന്നെ അയാൾ ഓരോന്ന് ചെയ്യാൻ പോവുമായിരിക്കും. അതൊക്കെ എനിക്ക് അറിയാൻ കിരണേട്ടാ. അതുകൊണ്ട് അയാളെ കണ്ണടച്ച് വിശ്വസിക്കില്ല. അത് കേട്ടതും നമ്മുടെ ദീപ, എന്തൊക്കെ അടവുകളാണ് പയറ്റുന്നത്. സ്വന്തം മോന് വേണ്ടി ഏതറ്റം വരെ വേണേലും പോകും. ഇവനെയൊക്കെ വെറുതെ വിടരുത് മോളെ, വെറുതെ വിടരുത്. എനിക്കറിയാമേ, എന്ത് ചെയ്യാനാ, നമ്മുടെ സാഹചര്യം അതായിപ്പോയില്ലേ. മോളെ, ഒരു കാര്യം ഞാൻ പറയാം. അയാളെ വീട്ടിൽ പോലും കയറ്റരുത്. അതെ അമ്മേ, അത് തന്നെയാണ് അമ്മയോട് എനിക്കും പറയാനുള്ളത്. ഞാനും കല്യാണം ഇവിടെ ഇല്ലെങ്കിലും ആര് വന്ന് വാതിലിൽ മുട്ടിയാലും തുറക്കണ്ട. കാരണം അയാൾ ചിലപ്പോൾ കഴുകൻ്റെ കണ്ണുകളോടുകൂടിയായിരിക്കും വരുന്നത്. ആരും ഇല്ലയെന്ന് കണ്ട അമ്മയെയും കല്ലുമോനെയും അയാൾ അപായപ്പെടുത്തും. അതെനിക്കറിയാം മോനെ. അതുകൊണ്ട് ഞാൻ തുറക്കാൻ പോകുന്നില്ല. എന്തൊക്കെ ചെയ്താലും അവനെ ഞാൻ വെറുതെ വിടില്ല. കള്ളക്കാലനാ, കണ്ണുടച്ച് വിശ്വസിക്കരുത്, കള്ളക്കാലൻ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് പ്രകാശനെയാണ് കാണിക്കുന്നത്. പ്രകാശനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക. എടാ രാഹുലേ, നിൻ്റെ കൂടെ ചേർന്ന് എൻ്റെ മക്കളെ എനിക്ക് രക്ഷിക്കണോടാ. നീ അവരെ കൊല്ലാൻ തീരുമാനം എടുക്കുമ്പോൾ അവരെ നിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ ഞാൻ നിന്നെ തടയും, രക്ഷിക്കാൻ ഞാൻ നിന്നെ എന്തും ചെയ്യുമടാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ്. സരയുവാണെങ്കിൽ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച മനുവേട്ടൻ എന്നെ ചതിച്ചല്ലോ, അയാളാണ് എൻ്റെ ലോകം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ നിന്നത്. പക്ഷേ അയാൾ എന്നെ ചതിച്ചു. അയാളെ ഒരിക്കലും വിശ്വസിക്കരുത്, കണ്ണുടച്ച് വിശ്വസിക്കരുത്. 18 പവൻ്റെ മാലയാണെന്നും പറഞ്ഞ് എനിക്ക് അയാൾ തന്നത് വെറും സ്വർണം പൂശിയ മാല. ഇയാളെയൊക്കെ വിശ്വസിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഓരോരുത്തരും അവനെക്കുറിച്ച് പറഞ്ഞു തരുമ്പോൾ അവനെ ഞാൻ സ്നേഹിക്കുകയായിരുന്നു. ആരെയും വിശ്വസിക്കാതെ അവനെ ഞാൻ വിശ്വസിക്കുകയായിരുന്നു. എന്നാൽ എല്ലാം എൻ്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നല്ലോ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനോഹർ വരിക. സരയുവിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് മനോഹർ, ഇവളുടെ ഇരിപ്പത്ര പന്തിയല്ലല്ലോ, എന്തായിരിക്കും, എന്തെങ്കിലും ആലോചിച്ചിട്ടുള്ള ഇരിപ്പാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ അങ്ങോട്ട് ചെല്ലുക. മോളൂ എന്നും വിളിച്ചുകൊണ്ട്. അപ്പോൾ സരയും പെട്ടെന്ന് എഴുന്നേറ്റു, കണ്ണുനീർ തുടച്ചു. എന്താ മോളൂ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല മനുവേട്ടാ. അല്ല മോളൂ, കഴുത്തി കിടന്ന മാല എവിടെ? മോളൂന് ആഗ്രഹമൊക്കെ പോയോ? എന്താ മനുവേട്ടൻ ചോദിച്ചത്? അല്ല, 18 പവൻ്റെ മാല വേണമെന്നും പറഞ്ഞ് വാശി പിടിപ്പിച്ച് എന്നെ കൊണ്ട് ആ മാല മേടിപ്പിച്ചിട്ട് ആഗ്രഹം തീരുന്നത് വരെയും ഇവിടെ നിന്ന് പോകുന്നത് വരെ ഇട്ടുകൊണ്ട് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം കഴുത്തിലത് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അത് ഞാൻ ഊരി വെച്ചു മനുവേട്ടാ. ഇത്രയേ ഉള്ളൂ. ഈ പെണ്ണുങ്ങളെ ഇങ്ങനെയാ, എന്തെങ്കിലും വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കും. അവസാനം മേടിച്ചു തന്നു കഴിയുമ്പോൾ അതിൻ്റെ മാറ്റങ്ങ് കുറയും. അത് കേട്ടതും മാറ്റൊന്നും കുറഞ്ഞിട്ടില്ല മനുവേട്ടാ. നമ്മൾ പോകുമല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് പർച്ചേസിങ്ങിന് പോയി. അവിടെ പോയതുകൊണ്ട് ഞാൻ മാല ഊരി വെച്ചതാ. ഇത്രയും വലിയ മാലയൊന്നും ഇട്ടുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ. കള്ളന്മാരിപ്പോൾ ഒരുപാട് പെരുകി കിടക്കുമല്ലേ നമ്മുടെ നാട്ടിൽ.
അതൊക്കെ ശരിയാ. എന്നിട്ട് എന്ത് സാധനങ്ങളാണ് മോള് മേടിച്ചത്? പോകാനുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചോ? ഏയ് ഇല്ല മനുവേട്ടാ. എന്താ മോള് വാങ്ങാഞ്ഞേ? അല്ല മനുവേട്ടാ, അത് പിന്നെ ആ കടയുണ്ടായിരുന്നില്ല, കട പൂട്ടിക്കിടക്കുമായിരുന്നു. ആ കടയില്ലെങ്കിൽ വേറെ കടയിൽ പോകാമായിരുന്നല്ലോ. മോളും എന്താ അത് ചെയ്യാതിരുന്നത്? അത് പിന്നെ മനുവേട്ട, കൊച്ചിന് വേണ്ട സാധനങ്ങൾ മേടിക്കാനാണ് ഞാൻ പോയത്. ബേബി ഷോപ്പല്ലേ, കുട്ടികളുടെ സാധനങ്ങൾ വിശ്വസിച്ച് മേടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അതില്ലാഞ്ഞോണ്ട് ഞാൻ മേടിച്ചില്ല മനുവേട്ട. എല്ലാം മേടിച്ചു വെച്ചോട്ടോ. ശരി മനുവേട്ട. അല്ല, മനുവേട്ട ഇവിടെ നിന്ന് ലോഡ്ജിലേക്ക് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ലോഡ്ജിൽ കൊണ്ടുപോയി വെച്ചോ? ആ വെച്ചു മോളെ, എയർപോർട്ടിൻ്റെ അടുത്താ ലോഡ്ജ്, അതുകൊണ്ട് എല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആണോ? പിന്നെ മോളെ, എടുക്കാനുള്ളതൊക്കെ എടുക്കണം, ഒന്നും മറക്കരുത് കേട്ടോ. വേണമെങ്കിൽ ഒരു ലിസ്റ്റ് എഴുതി വെച്ചോ, എന്നിട്ട് എടുത്തു വയ്ക്കുന്ന സാധനങ്ങൾ ടിക്ക് ചെയ്താൽ മതി. ശരി മനുവേട്ട, ടിക്ക് ചെയ്യുന്നുണ്ട് മനുവേട്ട. എന്താ മോളെ, മോളൊന്നും വല്ല വിഷമമുണ്ടോ? ഏയ് ഇല്ല മനുവേട്ട, എനിക്ക് വിഷമമൊന്നുമില്ല. മനുവേട്ടന് കുടിക്കാൻ വല്ലതും വേണോ? ചെറിയ ചൂട് കോഫി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ശരി മനുവേട്ട, ഞാൻ കോഫി എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സരിയും പറഞ്ഞതിനൊക്കെ ശരി ശരി എന്ന് പറഞ്ഞ് തലയാട്ടി കോഫി എടുക്കാനായിട്ട് പോകുന്ന സമയത്തെല്ലാം സരിയുൻ്റെ മനസ്സിൽ ചിന്തയാണ്, ഇതുപോലൊരു കള്ളക്കാലനെ വെറുതെ വിട്ടുകൂടാ എന്നും ആലോചിച്ചുകൊണ്ടാണ് സരയി പോകുന്നത്. ഈ സമയം മനോഹർ, ഈശ്വര, ഇവളുടെ സംസാരവും പെരുമാറ്റമൊന്നും അത്ര പന്തിയല്ലല്ലോ. ഇവളെന്താ ഒരു മാതിരി സംസാരിക്കുന്നേ? ഇനി അവളെല്ലാ സത്യങ്ങളും അറിഞ്ഞോ? എല്ലാം അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് ആ ഷാരി എന്ന് പറയുന്നവൾ എല്ലാം പറഞ്ഞു കൊടുത്തോ? ഭഗവാനെ, അങ്ങനെയാണെങ്കിൽ പണി കിട്ടും. കാര്യം അറിയാതെ നമ്മൾ എടുത്തു കഴിയിട്ടും കാര്യമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാണ്. രാഹുലിനെ കാത്തിരിക്കുക. അപ്പോഴേക്കും കാറിൽ രാഹുൽ വന്നിട്ട് പ്രകാശനെ വിളിക്കാടാ, പ്രകാശ വാടാ. അപ്പോൾ പ്രകാശൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. സഞ്ചി എടുക്കുക. അതൊന്നും എടുക്കണ്ട, അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ അത് കേട്ടതും പ്രകാശൻ സഞ്ചി അവിടെ ഇട്ടു. എന്നിട്ട് പതുക്കെ രാഹുലിൻ്റെ അടുത്തേക്ക് ചെന്നു. കാറിൻ്റെ ഡോറ് തുറന്ന് നമ്മുടെ പ്രകാശൻ കാറിനകത്തേക്ക് കയറി. അതിനുശേഷം കാറിൽ കയറിയിരുന്നു. എന്താടാ പ്രകാശ, നിൻ്റെ ഒരു മനംമാറ്റമൊന്നും അല്ലടാ, ആദ്യം പോലെ ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ എന്താ, ഞാനന്ന് വിളിച്ചപ്പോൾ നീ നിൻ്റെ മക്കളാണ് വലുതെന്നും പറഞ്ഞു നിന്നത്? എടാ, നിനക്ക് എന്നെ അറിയില്ലേ? അതൊക്കെ എൻ്റെ അടവാടാ, എൻ്റെ അടവ്. നീ സത്യമാണോടാ ഈ പറയുന്നേ? ഞാൻ എന്തിനാടാ കള്ളം പറയുന്നേ? എൻ്റെ അടവായിരുന്നടല്ല. കാരണം എനിക്ക് മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട്. എൻ്റെ മോനെ പല പ്രാവശ്യം പോയി ഞാൻ ജയിലിൽ കാണുമ്പോഴും അവൻ എന്നോട് പറഞ്ഞു വിടുന്ന ആവശ്യമുണ്ടല്ലോ, കല്യാണി മരിക്കണമെന്നാ. അതിനു വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകൂടാ, കല്യാണിയെ കൊല്ലാൻ. അത് കേട്ടതും, ഓ അപ്പോൾ ഇതൊക്കെ നിൻ്റെ അഭിനയമായിരുന്നല്ലേ? അതെ, എന്നിട്ട് നീ ഭയങ്കര കട്ടയ്ക്ക് നിൽക്കുമായിരുന്നല്ലോ. എന്ത് ചെയ്യാനാ, ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയാ അതവർ വിശ്വസിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ അവർ വിശ്വസിച്ചില്ല. അതാണ് എൻ്റെ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എടാ, എന്തായാലും എനിക്ക് താമസിക്കാനൊന്നും വരെ ഇടയില്ല. പിന്നീട് തോന്നി നിൻ്റെ കൂടെ നിന്ന എൻ്റെ ആഗ്രഹം നടക്കുമല്ലോ എന്ന്, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. എന്തായാലും നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പ്രകാശ, ഞാൻ വിചാരിച്ച കാര്യവും നടക്കും. കല്യാണി അവളെ തീർത്തു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കും. അത് കേട്ടതും പ്രകാശൻ മനസ്സിലാലോചിക്കുകയാണ്. ഇല്ലടാ, ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മോളെയോ അവളുടെ ഭർത്താവിനെയോ മോനെയോ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ലടാ. അതിന് നീ എന്നെ ആദ്യം കൊല്ലണം എന്നും ആലോചിച്ചുകൊണ്ട്, നീ എന്താടാ പ്രകാശം ആലോചിക്കുന്നേ? അവളെ എങ്ങനെ കൊല്ലാമെന്ന് ആലോചിക്കുകയായിരുന്നടാ. ആ കല്യാണിയെ ഞാൻ എൻ്റെ മോന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ്റെ ശത്രുക്കളെയൊക്കെ ഒതുക്കുമെന്ന്. പക്ഷേ എന്തു ചെയ്യാനടാ, എനിക്കതിന് സാധിച്ചില്ല. ഇനി അവൻ പുറത്തിറങ്ങുമ്പോൾ അവൻ എന്നെ തള്ളിക്കളയും. അതുകൊണ്ട് എനിക്ക് അവന് വേണ്ടിയെങ്കിലും ഇത് ചെയ്യണം രാഹുലെ. എന്നാ വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. നീ പറഞ്ഞ ഞാൻ അവിടെ ചെന്ന് എന്തും ചെയ്യും. ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ പുറത്തുനിന്ന് മേടിക്കാം, നിനക്ക് കാല് വയ്യാത്തല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവുക. ഈ സമയമാണെങ്കിൽ അവിടെ എത്തിയതും നമ്മുടെ പ്രകാശൻ ആലോചിക്കുകയാണ്, ഈ വീട്ടിൽ നിന്നോണ്ടാ എൻ്റെ മക്കളെ കൊല്ലാൻ ഇവൻ തീരുമാനം എടുക്കുന്നത്. വെറുതെ വിടില്ലടാ നിന്നെ ഞാൻ. നീ എന്ത് തീരുമാനം എടുത്താലും ഞാനതൊക്കെ പൊളിക്കും. എന്നാടാ രാഹുലെ, കാപ്പിയാണ് ഇട്ടത്. പാലൊന്നുമില്ലഞ്ഞുകൊണ്ട് കട്ടൻ കാപ്പി ഇട്ടോളൂ, അതൊന്നും സാരമില്ലടാ. അപ്പോൾ പ്രകാശൻ സ്റ്റൂളിലിരിക്കുക. ഓ എൻ്റെ ഈശ്വര, എന്തൊരു വേദന. എന്താടാ, ഭയങ്കര വേദനയാണോ? അതെ, ഭയങ്കര വേദനയാടാ. ഈ കാലേ അങ്ങ് മടങ്ങുന്നില്ല. അല്ലടാ, എന്താ നിൻ്റെ പ്ലാൻ? എൻ്റെ പ്ലാനൊന്നും നിന്നോട് പോലും പറയാൻ എനിക്ക് മനസ്സില്ലടാ. പിന്നെ പറയാതിരിക്കാനും പറ്റില്ല. പറയടാ രാഹുലെ, ഞാൻ ആകെ നിരാശയില്ല. കാരണം ഒരു കാര്യം തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എൻ്റെ മനസ്സിൽ. ആ കല്യാണി അവൾ ചത്തില്ലല്ലോ എന്ന്. എന്തായാലും നീ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചുവിടാൻ ആളെ വിട്ടപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ മിണ്ടാതെ കിടക്കുമല്ലായിരുന്നോടാ. ഞാൻ ചെയ്യാൻ വന്ന കാര്യങ്ങൾ നിൻ്റെ ആളുകൾ ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി.
ആഹാ, അതങ്ങനെ നീ അറിഞ്ഞത് ഞാനാ വിട്ടെന്ന്? നീ അത് ചെയ്തപ്പോൾ എന്നെ പോലീസുകാർ പൊക്കിയായിരുന്നു. അതിനുശേഷം നീ വിട്ട ഗുണ്ടകളെ കിരൺ പൊക്കി. കിരൺ അവൻ്റെ കയ്യിൽ നിന്നും സത്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയാ. ആണോ? എന്തായാലും നീ ആ കാര്യം ചെയ്തുകൊണ്ട് ഞാൻ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. നേരം വെളുത്തപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോരുകയും ചെയ്തു. പക്ഷേ ക്യാമറയിൽ കണ്ടത് എന്നെയാണല്ലോ, അതുകൊണ്ട് അവരെന്നെ പൊക്കി എന്നൊക്കെ പറയാം. എന്തായാലും ഞാൻ അവരെ കൊല്ലൂടാ. പക്ഷെ ആ കല്യാണിക്ക് ഒരു വൃത്തികെട്ട ഭാഗ്യമുണ്ട്. നമ്മൾ എത്ര അവളെ കൊല്ലാൻ ശ്രമിച്ചാലും അവൾ മരിക്കില്ല, രക്ഷപ്പെടും. അതേടാ, അത് അവൾക്കുള്ളൊരു ഭാഗ്യമാണ്. അതുകൊണ്ടാ നീ ബ്രേക്ക് അഴിച്ചു വിട്ടിട്ടും അവളെ രക്ഷപ്പെട്ടത്. അതെ, അത് ശരിയാ. അതുകൊണ്ട് അവളെ കൊല്ലാൻ എന്തെങ്കിലും കഠിനമായ പ്ലാനിട്ടേ പറ്റൂ എന്നും പറയണം. അത് കേട്ടതും നമ്മുടെ പ്രകാശൻ രാഹുലിനെ തുറച്ചു നോക്കുക. എന്നിട്ട് മനസ്സിൽ നീ ഇടടാ, നീ പ്ലാൻ ഇട്. ആ പ്ലാൻ പൊളിക്കാനും ആ പ്ലാൻ തകർക്കാനും ഞാനുണ്ടാവും നിൻ്റെ കൂടെ. എൻ്റെ മോളെയും മരുമോനെയും രക്ഷിക്കാൻ ഒരു കാവൽ ദൈവത്തെ പോലെ ഞാനുണ്ടാവൂടാ എന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രാഹുൽ ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ തുടങ്ങണം. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു